Hello all, welcome to Toppers World. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മോഡൽ എക്സാം ആണ്. കേരള പാഠാവലി 7ാം ക്ലാസ്സിന്റെ നിങ്ങൾക്ക് വരാൻ പോകുന്ന എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ആനുവൽ പരീക്ഷ, വാർഷിക പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ വർഷം ചോദിച്ച കേരള പാഠാവലിയുടെ ചോദ്യപേപ്പറാണ്. ചോദ്യപേപ്പറും അതിന് ഉത്തരങ്ങളും നിങ്ങൾക്ക് ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2 മണിക്കൂർ സമയമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്, ഏതൊക്കെ മോഡലാണ് ചോദിച്ചിരിക്കുന്നത് നോക്കുക. എന്നിട്ട് അതുപോലെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടുകയാണെങ്കിൽ അതും ഒന്ന് റിവൈസ് ചെയ്ത് പോകാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പോൾ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏത് മോഡലാണ് വരിക, നിങ്ങൾക്ക് എത്ര മാർക്കിന് എഴുതണം, ഓക്കെ, അപ്പോൾ അതൊക്കെ പറയാൻ വേണ്ടിയാണ് കേട്ടോ ഇത് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. ചോദ്യപേപ്പറിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങൾ എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് നോക്കിയാലോ. വാർഷിക മൂല്യനിർണ്ണയം മലയാളം കേരള പാഠാവലിയാണ്. ആദ്യം തന്നെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് വായിക്കാം എഴുതാമാണ്. പുഷ്പാർച്ചന എന്ന് പറയുന്ന ഒരു പോയം തന്നിട്ടുണ്ട്. മേരി ജോൺ കൂത്താട്ടുകുളത്തിന്റെ ആണിത്. ഇത് വായിക്കുക നിങ്ങൾ ആദ്യം. ഇത് വായിച്ചിട്ട് ഇതിനെ തുടർന്നിട്ടുള്ള ചോദ്യങ്ങളുണ്ട്, അതിന് ഉത്തരം നമ്മൾ എഴുതണം. അപ്പൊ നോക്കൂ. മഴ മാറി മാനം തെളിഞ്ഞു വന്നു, മഴമേഘമെങ്ങോ മറഞ്ഞു നിന്നു, കുന്നല നാടിന്റെ പുഷ്പകാലം ചിങ്ങത്തിൽ തേരിലിറങ്ങി മന്ദം, ഓർമ്മ വെച്ച് അന്നു തൊട്ടോ മനിക്കും ഓണമഹോത്സവ കാലമായി, അത്തം പുലർന്നു കിടാങ്ങളെല്ലാം ചിത്രശലഭമായി പൂക്കൾ തേടി, ഓരോ സുമത്തിലും ഉമ്മ വയ്ക്കും ഓണപ്പറവയെ പിന്തുടർന്ന്, മന്ദമരുത്തു മണം പകർന്നു മണ്ണിന്റെ മക്കളതാസ്വദിച്ചു, തൂവെള്ളത്താരുകൾ ചൂടി നിന്ന തുമ്പക്കുടത്തിൻ മുഖത്തു നോക്കി, പൊന്നിന്റെ കമ്മലണിഞ്ഞു നിന്ന മഞ്ഞമുക്കുറ്റികൾ കണ്ണിറുക്കി. മേരി ജോൺ കൂത്താട്ടുകുളത്തിൻ്റെതാണ്. അപ്പൊ ഇതിൽ നമുക്ക് വരുന്നത് കുട്ടികൾ പൂക്കൾ തേടി അലഞ്ഞത് എങ്ങനെയെന്നാണ് കവി പറയുന്നത്. ഓപ്ഷൻ ഡി, ചിത്രശലഭത്തെ പോലെ. 2, പൊന്നിൻ കമ്മൽ അണിഞ്ഞു നിൽക്കുന്നത് ആരാണ്? ഓപ്ഷൻ സി, മുക്കുറ്റി. അപ്പൊ നോക്കൂ, ഇതുപോലൊരു പോയമോ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫോ തന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനുണ്ടാവും? ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനുണ്ടാവും. അപ്പൊ നിങ്ങൾ ആ പോയമാണെങ്കിൽ പോയം നന്നായി വായിക്കുക, കഥയാണെങ്കിൽ കഥ നന്നായി വായിക്കുക. അപ്പൊ തന്നെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടുപിടിക്കാൻ സാധിക്കും. അടുത്തത്, താഴെ കൊടുത്തവയിൽ ഓണമഹോത്സവവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി, മഴമേഘങ്ങൾ നിറഞ്ഞ ആകാശം. 4, മഞ്ഞ മുക്കുറ്റികൾ ആരെ നോക്കിയാണ് കണ്ണിറുക്കിയത്? ഓപ്ഷൻ സി, തുമ്പ. 5, പ്രകൃതിയുടെ ഏത് ഭാവത്തെയാണ് കവിതയിൽ സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ എ, സന്തോഷം. പ്രവർത്തനം 2, ആസ്വാദനക്കുറിപ്പാണ്. ഇവിടെ കുറിപ്പ് എന്നുണ്ട് കേട്ടോ, ആസ്വാദനക്കുറിപ്പാണ്. മൊബൈൽ ടവർ. അപ്പൊ ഈ മൊബൈൽ ടവർ ഒന്ന് വായിച്ചു നോക്കൂ. വായിച്ചു നോക്കിയിട്ട് നമുക്ക് ഇതിന്റെ ആസ്വാദനം എഴുതണം. അപ്പൊ നിങ്ങൾ വായിക്കുക. ഇതിന്റെ ആസ്വാദനം ഞാൻ പറഞ്ഞു തരാം. കവിത വായിച്ചിട്ട് ആസ്വാദനം എഴുതാൻ പറഞ്ഞാൽ ആദ്യം നിങ്ങൾ കവിത വായിക്കുക. കവിതയിൽ എന്താണ് പറഞ്ഞത് ഒറ്റ വായനയിൽ അല്ലെങ്കിൽ 1-2 തവണ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം അതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള ഐഡിയ കിട്ടും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? അതിന്റെ അർത്ഥം വെച്ച് ആസ്വാദനം എഴുതുക. ഇതിൽ മൊബൈൽ ടവർ ആണ്. നോക്കാം. മൊബൈൽ ടവർ എന്നീ കവിത ആധുനിക ലോകത്തിലെ വികസന കാഴ്ചപ്പാടുകളോടുള്ള ഒരു വിമർശനമാണ്. പണ്ട് ഒരു അടയ്ക്കാക്കുന്ന് നിന്നിരുന്ന സ്ഥലത്ത് ഇന്ന് ഒരു മൊബൈൽ ടവർ ഉയർന്നു നിൽക്കുന്നു. കവി ഈ മാറ്റത്തെ ഒരു അസ്ഥികൂടം പോലെയാണ് കാണുന്നത്. പ്രകൃതിയുടെ സ്വാഭാവികമായ സൗന്ദര്യത്തെയും ആവാസ വ്യവസ്ഥയെയും തകർത്തെറിഞ്ഞുകൊണ്ടാണ് ഇത്തരം നിർമ്മിതികൾ ഉണ്ടാകുന്നത്. അടയ്ക്കാക്കുന്ന് ലോറിയിൽ കയറ്റി കൊണ്ടുപോയപ്പോൾ അത് കരഞ്ഞുവെന്ന് കവി പറയുന്നു. ഇത് പ്രകൃതിയുടെ വേദനയെ സൂചിപ്പിക്കുന്നു. ഇന്ന് ആ സ്ഥലത്ത് നിൽക്കുന്ന അസ്ഥികൂടം പോലുള്ള ടവർ കാണുമ്പോൾ കവിക്ക് വലിയ സങ്കടം തോന്നുന്നു. മറ്റുള്ളവർ ഈ മാറ്റത്തെ സാധാരണമായി കാണുമ്പോൾ കവിക്ക് മാത്രം ഈ ദുഃഖം താങ്ങാൻ കഴിയുന്നില്ല. വികസനം ആവശ്യമാണെങ്കിലും അത് പ്രകൃതിയെ ബലികഴിച്ചുകൊണ്ടാകരുത് എന്ന ശക്തമായ സന്ദേശമാണ് ഈ കവിത നൽകുന്നത്. പ്രകൃതിയുമായുള്ള മനുഷ്യന്റെ ബന്ധം എത്രത്തോളം ആഴത്തിലുള്ളതാണെന്നും അത് നശിപ്പിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദനയും കവി ഓർമ്മിപ്പിക്കുന്നു. ഈ കവിത ലളിതമായ ഭാഷയിലൂടെ ഗഹനമായ ഒരു ആശയം കൈമാറുന്നു.
മൈ ലെഫ്റ്റ് ഫുട്ട് എന്ന പുസ്തകം ഏത് സാഹിത്യ വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്? ആത്മകഥയാണ്. ഇനി പ്രവർത്തനം 3 കഥാപാത്ര നിരൂപണമാണ്. ഓട്ടത്തിൽ 3-ാം സ്ഥാനത്തെത്താനാണ് അവൻ ആഗ്രഹിച്ചതെങ്കിലും അവസാന കുതിപ്പിൽ അവൻ എങ്ങനെയോ ഒന്നാമതായി. പെയ്തു തീരാത്ത സ്വപ്നം പോലെ എന്ന പാഠത്തിൽ ഓട്ട മത്സരത്തിൽ ഒന്നാമതായിട്ടും ദുഃഖിതനായ അലിയെ പരിചയപ്പെട്ടല്ലോ. കഥയിലെ അലിയെക്കുറിച്ചുള്ള കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. അലിയെയും സാറയും ഒക്കെ നിങ്ങൾക്ക് അറിയാലേ, ആ കഥ വായിച്ചിട്ട്. ആ ഷൂവിൻ്റെയൊക്കെ ആ ഒരു ചാപ്റ്ററാണ്, ഷൂ മാറി കുട്ടികൾ ഇട്ടിട്ട് പോകുന്ന ആ ചാപ്റ്ററാണ്. അപ്പോൾ അതിലെ അലീനെ കുറിച്ചിട്ട് നിങ്ങളൊരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക കേട്ടോ. അത് ഞാനതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, നിങ്ങൾ തയ്യാറാക്കുക. ബി ക്വസ്റ്റ്യൻ, ആർട്ടിസ്റ്റ് നമ്പൂതിരി ഏത് മേഖലയിലാണ് പ്രശസ്തനായത്? ഓപ്ഷൻ ബി ചിത്രകാരനാണ്. ഇനി 4ാമത്തെ പോസ്റ്റർ ആണ് കേട്ടോ. കുട്ടികളുടെ സർഗവാസനകളെ പരിപോഷിപ്പിക്കുന്ന ബഡ്ഡിംഗ് റൈറ്റർ ശില്പശാല നിങ്ങളുടെ വിദ്യാലയത്തിൽ ജാനുവരി 28 രാവിലെ 10:30 സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്നു. വിദ്യാരംഗം കലാസാഹിത്യവേദി സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയുടെ പോസ്റ്റർ തയ്യാറാക്കുക. അപ്പോൾ ഉദ്ഘാടനം ആരാണ്? ബെന്യാമിനാണ്, പ്രശസ്ത സാഹിത്യകാരൻ. ശില്പശാല നയിക്കുന്നത് നന്ദിനി, കവയത്രി. അപ്പം നമ്മൾ ആദ്യം തന്നെ നമ്മൾ എന്തിനെ കുറിച്ചാണ് അതിന് ഹെഡിങ് കൊടുക്കുക? ബഡ്ഡിംഗ് റൈറ്റേഴ്സ് ശില്പശാല, കുട്ടികളുടെ സർഗവാസനകളെ പരിപോഷിപ്പിക്കുന്നതിനായുള്ള ഒരു സുവർണാവസരം. തീയതി ജാനുവരി 28, സമയം രാവിലെ 10:30, സ്ഥലം സ്കൂൾ ഓഡിറ്റോറിയം. നിങ്ങളുടെ സ്കൂൾ ഏതാണ് ആ പേര് നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. ഉദ്ഘാടനം ബെന്യാമിനാണ്, ചിത്രസാഹിത്യകാരൻ. ശില്പശാല നയിക്കുന്നത് നന്ദിനിയാണ്, കവയത്രി. ഇത്രയും മതി. എല്ലാവർക്കും സ്വാഗതം എന്നും കൂടി അടിയിൽ കൊടുത്തോളൂ കേട്ടോ. ഞാനിവിടെ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി പ്രവർത്തനം 5 ഒരു വിശകലന കുറിപ്പാണ്. മൊബൈൽ ഫോണിൽ നിന്നും കണ്ണെടുക്കാതെ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്ന അമ്മയെ കണ്ടില്ലേ? കിളി അയാളോട് സംസാരിക്കുന്നു എന്ന പാഠഭാഗത്തിലെ ആശയം പരിചയപ്പെട്ടല്ലോ. വർത്തമാനകാലത്തെ മൊബൈൽ ഫോൺ ഉപയോഗത്തിന്റെ വിവിധ വശങ്ങൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുകയാണ്. അപ്പം നിങ്ങൾ ഇന്നത്തെ കാലത്തെ മൊബൈൽ ഉപയോഗത്തിന്റെ ആ ഒരു വശങ്ങൾ ചർച്ച ചെയ്തിട്ടാണ് കുറിപ്പ് തയ്യാറാക്കേണ്ടത്. നോക്കാം. മൊബൈൽ ഫോണും മാറുന്ന ജീവിതശൈലിയും. മൊബൈൽ ഫോണിൽ നിന്നും കണ്ണെടുക്കാതെ കുഞ്ഞിന് ഭക്ഷണം നൽകുന്ന ഒരമ്മയുടെ ചിത്രമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കിളി അയാളോട് സംസാരിക്കുന്നു എന്ന പാഠഭാഗം മുന്നോട്ട് വെക്കുന്ന ആശയത്തിന്റെ വെളിച്ചത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിലെ അമിതമായ മൊബൈൽ ഫോൺ ഉപയോഗം നമ്മുടെ ബന്ധങ്ങളെയും ജീവിത രീതിയെയും എങ്ങനെ ബാധിക്കുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം. അകന്നു പോകുന്ന ബന്ധങ്ങൾ. കയ്യെത്തും ദൂരത്തുള്ളവരോട് മിണ്ടാൻ സമയമില്ലാതെ ദൂരെയുള്ളവരോട് സംവദിക്കാൻ നാം മൊബൈൽ ഫോണിൽ മുഴുകുന്നു. ചിത്രത്തിൽ കാണുന്നത് പോലെ കുഞ്ഞിന് ഭക്ഷണം നൽകുമ്പോൾ നൽകേണ്ട സ്നേഹവും കരുതലും നോട്ടവും ഇവിടെ മൊബൈൽ ഫോൺ കവർന്നെടുക്കുന്നു. ശ്രദ്ധക്കുറവും അപകടങ്ങളും. ഫോണിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വഴി ചുറ്റുമുള്ള കാര്യങ്ങളിൽ നാം അശ്രദ്ധരാകുന്നു. ഇത് കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാകുമ്പോൾ കൂടുതൽ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. യാന്ത്രികമായ ജീവിതം. മനുഷ്യ സഹജമായ വികാരങ്ങൾക്കും സംഭാഷണങ്ങൾക്കും പകരം സാങ്കേതിക വിദ്യയ്ക്ക് പ്രാധാന്യം നൽകുമ്പോൾ ജീവിതം യാന്ത്രികമായി മാറുന്നു. സ്നേഹത്തോടെയുള്ള ഒരു നോട്ടമോ വാക്കോ നൽകേണ്ട സ്ഥാനത്ത് ഫോൺ സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുന്നത് വൈകാരികമായ അകലം സൃഷ്ടിക്കുന്നു. കുട്ടികളിലെ സ്വാധീനം. മാതാപിതാക്കളുടെ ഇത്തരം പ്രവണതകൾ കുട്ടികളെയും ഫോൺ അഡിക്ഷനിലേക്ക് നയിക്കാൻ കാരണമാകും. മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കേണ്ട ശ്രദ്ധ കിട്ടാതെ വരുമ്പോൾ കുട്ടികൾ മാനസികമായി ഒറ്റപ്പെട്ടു പോയേക്കാം. അപ്പോൾ മൊബൈലിൻ്റെ ഉപയോഗം എല്ലാം കുറയ്ക്കുക, ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇവിടെ തരുന്ന സന്ദേശം കേട്ടോ. അടുത്തത് നമുക്ക് പ്രവർത്തനം 6 ജീവചരിത്രക്കുറിപ്പാണ്. ആരുടെയാണ്? നമ്മുടെ MT വാസുദേവൻ നായരുടെയാണ് കേട്ടോ. അദ്ദേഹത്തെക്കുറിച്ച് എല്ലാം ഇവിടെ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കണം. അത് നമുക്ക് നോക്കാം. ബി ക്വസ്റ്റിൻ്റെ ആൻസർ ആദ്യം പറയാം. മീനോളം എന്ന നാടകം രചിച്ചതാര് എന്നുള്ള ചോദ്യമാണ്. ജയപ്രകാശ് കൂളൂറാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ജീവചരിത്രക്കുറിപ്പാണ് കേട്ടോ. മലയാള സാഹിത്യത്തിലെ അതികായന്മാരിൽ ഒരാളായ മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്ന MT വാസുദേവൻ നായർ 1933 ജൂലൈയിൽ പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരിൽ ജനിച്ചു. നോവലിസ്റ്റ്, തിരക്കഥാകൃത്ത്, ചലച്ചിത്ര സംവിധായകൻ, പത്രാധിപർ, നാടകകൃത്ത് എന്നീ നിലകളിൽ അദ്ദേഹം പ്രശസ്തനാണ്. നാലുകെട്ട്, രണ്ടാമൂഴം, മഞ്ഞ്, കാലം, അസുരവിത്ത് എന്നിവ അദ്ദേഹത്തിന്റെ പ്രധാന നോവലുകളാണ്. ഭീമന്റെ കാഴ്ചപ്പാടിലൂടെ മഹാഭാരത കഥ പറഞ്ഞ രണ്ടാമൂഴം എന്ന നോവൽ മലയാളത്തിലെ ക്ലാസിക് കൃതിയായി കണക്കാക്കപ്പെടുന്നു. അദ്ദേഹത്തിന് നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പത്മവിഭൂഷൺ, പത്മഭൂഷൺ, ജ്ഞാനപീഠം, എഴുത്തച്ഛൻ പുരസ്കാരം, JC ഡാനിയൽ പുരസ്കാരം, പ്രഥമ കേരള ജ്യോതി പുരസ്കാരം, കേരള നിയമസഭാ പുരസ്കാരം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. 2024 ഡിസംബർ 25 കോഴിക്കോട്ട് വെച്ച് അദ്ദേഹം അന്തരിച്ചു. മലയാള സാഹിത്യത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ എന്നും സ്മരിക്കപ്പെടും. അപ്പോൾ
നമ്മുടെ ചോദ്യങ്ങൾ കഴിഞ്ഞു. ഇത്രയും ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നിങ്ങൾ കണ്ടല്ലോ. ഏകദേശം ഇതേ മോഡൽ പേപ്പർ ആയിരിക്കും. നമുക്ക് പാറ്റേൺ ഒക്കെ സെയിം ആയിരിക്കും. ഒരു ജീവചരിത്രക്കുറിപ്പ് ഉണ്ടാവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ഒരു പാരഗ്രാഫ് തന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഒരു പോയത്തിൻ്റെ ആസ്വാദനം എഴുതാൻ വരും. ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ എഴുതാൻ വേണ്ടി തയ്യാറെടുത്തിട്ട് നിങ്ങൾ എക്സാമിന് പോവുക. എല്ലാവരും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.